ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു ഫ്ലവർ ആട്ടോ ചെയ്യാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവർ ചെയ്യാനായിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ പിങ്ക് കളറിലെ ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറിലെ ലീഫ് കൊടുക്കാനുള്ള ഫീനിക്സ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് യെല്ലോ കളറിലെ ഒരു ചെറിയ പീസ് ഫീനിക്സ് പേപ്പർ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെം കൊടുക്കാനായിട്ട് അതുപോലത്തെ ഒരു സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫെവിക്കോളിൻ്റെ ഗം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്ലോറൽ ടേപ്പ്, സിസർ എടുത്തിട്ടുണ്ട്, ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്, തിന്നായിട്ടുള്ള ചെറിയൊരു പീസ് ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പിങ്ക് കളറിലെ പേപ്പർ, ഫീനിക്സ് പേപ്പർ, ഇതുപോലെ നീളത്തിലൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു സൈഡ് ഇതുപോലെ ചരിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കണ്ടോ. അങ്ങനെ നമുക്ക് ഈ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് കണ്ടോ. ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടം വരെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തതായതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് നമ്മുടെ സിസർ കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അകത്തേക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ള് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓരോ പെറ്റൽസായിട്ട് നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൂടി കൊടുക്കണേ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടം വരെ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തൊക്കെ പെറ്റൽസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി ഇങ്ങനെ ഒന്ന് എടുക്കണം. ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഒന്ന് എടുത്തിട്ട് കണ്ടോ, ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം. ഉണ്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ചുരുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെയാട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെറിയൊരു പീസ് നമ്മുടെ ഫീനിക്സ് പേപ്പർ, യെല്ലോ കളറിലെ ഫീനിക്സ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഒന്നിങ്ങനെ
കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ നമ്മൾ നമ്മുടെ ഫെവിക്കോളും കൊണ്ടിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലോറൽ വയർ എടുത്ത് വെച്ചിരുന്നല്ലോ, അതിൻ്റെ അറ്റം ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിലൊന്ന് ചുറ്റി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഒരു പിങ്ക് കളറിലെ പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അത് നമ്മൾ ഇതിലേക്ക് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് നമ്മൾ ഗമ്മൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. റോൾ ചെയ്ത് ഇതുപോലെ റോൾ ചെയ്തൊന്ന് ഇങ്ങനെ അധികം ടൈറ്റ് ചെയ്യാതെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. കുറച്ചുകൂടി നമുക്ക് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിനും ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇതാ കണ്ടോ, നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതായതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് ഫീനിക്സ് പേപ്പർ ഗ്രീൻ കളറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലവർ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ലീഫ് ഉണ്ടാക്കാനായിട്ട് നമ്മളിതാ ഇതുപോലത്തെ ചെറിയൊരു പീസ് ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്നിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ലീവ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നീളത്തിൽ നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. രണ്ട് ലീവ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പോലെ കണ്ടോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലവറിന് നമുക്കൊരു 5 or 6 ലീവ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലീവ്സ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ കുറച്ച് ലീവ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിത് ഫ്ലവറിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലവർ എടുത്തിട്ടുണ്ട്, ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തുടങ്ങി ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ലീവ്സ് ഓരോന്നായിട്ട് വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരു ലീഫ് കൂടി ഉണ്ട്, നമ്മൾ അതുകൂടി വെച്ചിട്ട് ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ലീവ്സ് ഒന്ന് വിടർത്തി കൂടി കൊടുക്കാം. ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാട്ടോ നമ്മുടെ ഫ്ലവർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കാം. ഇതാ കണ്ടോ, നമ്മളിതാ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലവർ കണ്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരു സ്റ്റെമ്മിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ഫ്ലവേഴ്സ് നമ്മളിതാ ഇതുപോലെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഓരോ ഫ്ലവേഴ്സായിട്ട് വെച്ച് നമുക്ക് ചുറ്റിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഫ്ലവർ ആട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
ഇടയ്ക്ക് ലീവ്സൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. നമ്മുടെ ലാസ്റ്റത്തെ ഫ്ലവറാട്ടോ, അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴേക്കൊന്ന് ചുറ്റിയെടുക്കാം. ഗമ്മൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കുറച്ചധികം ഫ്ലവേഴ്സ് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഫ്ലവർ കാണാനായിട്ട്. കണ്ടോ നമ്മുടെ ഫ്ലവർ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്ലവറിൻ്റെ വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫ്ലവർ, നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ ഫ്ലവർ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഫ്ലവറുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.